മരണപ്പൊഴി എന്നറിയപ്പെടുന്ന പെരുമാതുറപ്പുഴയിൽ നിന്ന് കണവപ്പണിക്ക് പോകുന്ന വീഡിയോ ആണ്. ഇന്ന് ചൂണ്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിനുവണ്ണനാണ്. മെഷീൻ ഓടിക്കുന്നത് നമ്മുടെ രാജ്യമാണ്. വൈകുന്നേരം 4 മണിയോടുകൂടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഓടി നമ്മൾ സ്പോട്ടിലെത്തി. സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നേ ഉള്ളൂ. പിന്നെ ചൂണ്ടയിടക്കം മയക്കയിടക്കം തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കണവുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ കുറവായിരുന്നു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഒരു വരവുണ്ടായിരുന്നു, കണവുകളുടെ വരവ്. 3 സൈഡിൽ നിന്ന് 3 പേരും തൂക്കലായിരുന്നു. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വന്നുകൊണ്ടിരുന്ന, പിന്നെ ചറവറ എന്ന് കണവുകളുടെ വരവായിരുന്നു. അത് നല്ല സൈസുള്ള കണവയായിരുന്നു. രാത്രി ഫുള്ള് റെസ്റ്റ് ഇല്ലാതെ അവർ തൂക്കി എടുത്തായിരുന്നു കണവേനെ. ഇവർ 3 പേരും തമ്മിൽ ഒരു മത്സരം തന്നെയെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നി. ഇടയ്ക്ക് ആഹാരം കഴിക്കാൻ മാത്രം തന്നെ ഇവര് റെസ്റ്റ് എടുത്തത്. കാരണം അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. കണവൽ നല്ല വരവായതുകൊണ്ട് അവർക്ക് നിർത്താൻ തോന്നിയില്ല. ഇടയ്ക്ക് നല്ല മഴയും ചേലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ പണി അവർ വിട്ടില്ല. മായൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഇരുന്നു, കണവയും വന്നുകൊണ്ട് തന്നെ ഇരുന്നു. ഏകദേശം 4-4:30 വരെ ആ കണവയുടെ നല്ല തൂക്കലായിരുന്നു. പിന്നെ നമ്മൾ കര നോക്കി ഓടി. നേരവും വെളുത്തു വന്നു. കടൽ എന്ത് ശാന്തമായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ രാത്രിയൊക്കെ നല്ല ചേലുണ്ടായിരുന്നു. മഴ കാരണം പുതച്ചു മൂടിയൊക്കെയാണ് ഞാൻ ഇരുന്നത്. ഈ സമയത്ത് രാവിലെയൊക്കെ കടലിൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം. പെരുമാതുറപ്പുഴ എത്താറായി. ക്യാമറയും മൊബൈലും എല്ലാം എടുത്ത് നമ്മൾ അറയിൽ സേഫ് ആയിട്ട് വെക്കാം. കാരണം എങ്ങാനും മുങ്ങിയ ഈ സാധനങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല, എല്ലാം നഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പെരുമാതുറപ്പുഴ ക്രോസ് ചെയ്യണ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാത്തത്. പുഴ ക്രോസ് ചെയ്യുമ്പോൾ ഡബിൾ എൻജിനിലാണ് ഓടുന്നത്. കാരണം നല്ല റിസ്ക്കുള്ള ഏരിയ ആണ്. എൻജിൻ സ്ലോ ആയാൽ തീർന്നു. പെരുമാതുറ പാലമൊക്കെ ഇവിടെ നിന്ന് കാണാൻ എന്താ ചന്തം. നമ്മൾ വള്ളം ഒതുക്കണത് കായലിലാണ്. സ്ഥിരമായിട്ട് വള്ളം ഒതുക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ കൊണ്ട് വള്ളത്തെ കെട്ടിയിട്ടിട്ട് അവിടെ നിന്ന് കണവയൊക്കെ വണ്ടി കയറ്റി നമ്മൾ മരിയനാട് കടപ്പുറത്ത് പോകും. അവിടെയാണ് ലേലം വിളിച്ച് കൊടുക്കുന്നത്.